ഹലോ, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫ്രണ്ട്സായിട്ട് ഇന്ന് ടൂർ അടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങിയിരുന്നു. അപ്പോൾ ടൂർ അടിക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് മൈസൂരിലോട്ടാണ് പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞങ്ങൾ രാത്രി 1 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ നേരെ ചെക്ക് പോസ്റ്റ് തുറക്കുന്നതിന് മുന്നേ അവിടെ എത്തണം എന്നുള്ള പ്ലാനിൽ. അപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ വഴിയായിരുന്നു, നമ്മുടെ നാടുകാണി ചുരം വഴിയാണ് കയറി പോയിട്ടുണ്ടായിരുന്നത്. നാടുകാണി ചുരം വഴി കയറി പോയിട്ട് അവിടുന്ന് കാട്ടിക്കൂടെ മൃഗങ്ങളൊക്കെ കണ്ടു പോകാമെന്നുള്ള പ്ലാനിലാണ് പോയിരുന്നത്. അപ്പോൾ നല്ല രസമുള്ളൊരു നല്ല അടിപൊളി ചെക്ക് പോസ്റ്റ് തുറക്കുന്ന ടൈം ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ എത്താമെന്നുള്ള പ്ലാനിലാണ് പോയിരുന്നത്. അപ്പോൾ ചെറുന്ന ടൈമിലായപ്പോൾ തന്നെ ഞങ്ങൾ സാധാരണ പോലെ മാനിയും മയിലും ആനയും മാത്രമേ കണ്ടുള്ളൂ, വേറെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. മൃഗങ്ങൾ അനിമൽസിനൊക്കെ കാണാനുള്ള പ്ലാനിലാണ് പോയത്, പക്ഷെ ഒന്നും നടന്നില്ല. ഇത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നല്ലൊരു കാട്ടാനൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും സംഗതി അടിപൊളിയായി, നല്ല രസമായിട്ട് ടൂറിൽ എല്ലാവരും ജോലിയാക്കി രാവിലെ എല്ലാവരും നല്ല ഓണായി ഉഷാറായിട്ട് ഇങ്ങനെ ഇരുന്ന് നല്ല രസമായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സൂര്യകാന്തി തോട്ടമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ആ സൂര്യകാന്തി തോട്ടമൊക്കെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടേക്ക് കയറണമെങ്കിൽ ഒരാൾക്ക് 50 റുപ്യ എന്ന് പറഞ്ഞപ്പോൾ ആർക്കും എന്നോട് താല്പര്യം കാണിച്ചില്ല. അപ്പോൾ നേരെ എല്ലാവരും തിരിഞ്ഞ് പോന്നു. അപ്പോൾ നേരെ രസമായിട്ട് അങ്ങനെ ഞങ്ങൾ പോകുന്നത്. പിന്നെ ഞങ്ങൾ മൈസൂർ ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മൾ ഗുണ്ടൽപേട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുണ്ടൽപേട്ട് നേരെ മൈസൂർക്ക് വെച്ച് പിടിക്കുകയാണ്. മൈസൂർ എത്തി തുടങ്ങുമ്പോഴേക്ക് നല്ല ബ്ലോക്കായിരുന്നു റോട്ടിലിട്ടോ. നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക്. അങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ പോയി. ആൾക്കാരൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കഴിക്കാനുള്ള ടൈമായപ്പോഴേക്കും നല്ല ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ ചെറുതായിട്ട് മയക്കത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഏതായാലും ഒന്നും നോക്കിയില്ല, ഇനി നേരെ നല്ല റിസോർട്ടിലെത്തണം. അവിടെ റൂമിലെടുത്ത് റിലാക്സ് ആയതിനു ശേഷം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ. പക്ഷേ റോഡിലത്തെ ബ്ലോക്ക് കാരണം നമ്മൾ പ്ലാനിങ് ഒക്കെ തെറ്റി, ടൈമൊക്കെ തെറ്റി. പല പ്ലാനിങ് ഉണ്ട് ഞങ്ങൾ എത്താൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ മൈസൂർ പാലസ് പോകാണ്ട്, അങ്ങനെ വൃന്ദാവൻ ഗാർഡ്, അങ്ങനെ കുറേ പ്ലാൻ ഉണ്ട്. എല്ലാവരും നല്ല ഉറക്കത്തിലായിട്ടുണ്ട്. അപ്പോൾ വൃന്ദാവൻ ഗാർഡിലൊക്കെ പ്ലാൻ ചെയ്ത് പോയതായിരുന്നു, പക്ഷെ ഒന്നും നടക്കും തോന്നുന്നില്ല. കാരണം റിസോർട്ടിലാണ്, സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം സാധാരണ നമ്മളെല്ലാവരും അവിടെ ജോലിയാക്കുകയാണ്. എല്ലാവരും ഞാൻ വിളിച്ചോണത്തിയിട്ട് ഒരു സെൽഫി എടുക്കുക എന്നിട്ട് എല്ലാവരും ഓണാക്കി. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഫസ്റ്റ് കണ്ടതാണ് നമ്മൾ ഫിലോമിന ചർച്ചാണ്. നല്ല രസമായിട്ട് കാണാൻ, അവിടെയൊക്കെ നല്ല വൈബ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി 2-3-4 ഫോട്ടോസും വീഡിയോസും എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആർക്കും താല്പര്യമില്ല. എല്ലാവരും രസമായിട്ട് അങ്ങനെ അവിടെ തന്നെ കൂടി. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അവരെ നമ്മുടെ കൂട്ടത്തിലൊക്കെ നമ്മൾ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ എല്ലാവരും ഒരുപാട് പ്രാവശ്യം വന്നതായതുകൊണ്ട് അവർക്ക് വലിയൊരു രസമായിട്ട് തോന്നിയിട്ടില്ല. അതാണ് കാരണം. ജസ്റ്റ് ട്രിപ്പ് അടിക്കുമ്പോൾ എല്ലാവരും അങ്ങനെയുള്ള പല ഇതിലായിരിക്കും. അപ്പോൾ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ട് പിന്നെ ഫുഡ് കഴിച്ചു. കൊണാഫ, അതൊരു ബിരിയാണി ഉണ്ടായിരുന്നു, നല്ല റാവുത്തർ ബിരിയാണി സ്റ്റൈലിലൊരു സാധനം ഉണ്ടായിരുന്നു. അത് കഴിച്ച് അങ്ങനെ ഫിലോമിന ചർച്ചിൻ്റെ ഓപ്പോസിറ്റിൽ തന്നെയാണ് നമ്മൾ ആ ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വണ്ടി ഏതായാലും ഓൾറെഡി അവിടെ പാർക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച്. ഇതാണ് നമ്മുടെ റിസോർട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് മെനു. പിറ്റേ ദിവസം മോർണിംഗിൽ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ വെച്ചിട്ട് വന്ന് നോക്കിയപ്പോൾ ഒന്നും ആയിട്ടില്ല. നമ്മൾ നേരത്തെ വന്ന് നോക്കി, ഒന്നും ആയിട്ടില്ല, ടൈം ആവണുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ 8:30 തുടങ്ങുള്ളൂ പറഞ്ഞു. ഞങ്ങൾ 7 മണിയായപ്പോഴത്തേനും അവിടെ എത്തി, മുന്നിലിരുന്നിട്ട് തമ്പടിച്ചിരുന്നിട്ടുണ്ട്. നമ്മളങ്ങനെയാണല്ലോ, ആത്മാർത്ഥത കുറച്ച് കൂടുതലാണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ നേരെ എന്ത് ചെയ്തു, റിസോർട്ടിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ പകൽ വെളിച്ചത്തിലൊക്കെ ഒന്ന് കണ്ട് കറങ്ങി വന്ന് എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് നല്ല വൈബ് ബ്രേക്ക്ഫാസ്റ്റാണെന്ന് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രണ്ടും ഫാമിലി ഒരു പ്രാവശ്യം ഇതിൽ വന്ന് താമസിച്ചുകൊണ്ട് അവനക്ക് ഇതിനെ പറ്റിയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല സ്വിമ്മിംഗ് പൂളിൽ 2 ചാടിക്കളി കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ല എൻ്റർടൈൻമെൻറ്റ് മാക്സിമം അവിടെ ജോലിയാക്കി. അപ്പോൾ ഇതാണ് നമ്മളെ പ്രാവശ്യത്തെ മൈസൂർ ട്രിപ്പിൻ്റെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഓരോ ട്രിപ്പിലും ഓരോരോ വൈബ് ഉണ്ടാവലുണ്ട്. ഇതിൽ നമുക്ക് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല, പക്ഷേ റൂമിലും പൂളിലും നല്ല ജോലിയാക്കുക, എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക, അടിച്ച് പൊളിക്കുക, അതാണ് മൈൻഡ്. അതായത് ഒരു വെക്കേഷനൊക്കെ തീരുന്നതിന് മുന്നേ ഒന്ന് മൈൻഡ് ചില്ലാക്കി പോരാ എന്നുള്ള പ്ലാനിലാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഏതായാലും സംഗതി അടിപൊളിയായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തൊരു ട്രിപ്പ് ഇപ്പോൾ ഞങ്ങൾ അടുത്ത് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ട്രിപ്പോട് കൂടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അടുത്ത വീഡിയോസായിട്ട് വരാം. ഓക്കെ.